JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേസർ സർവേയർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ട്രേസർ സർവേയർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 411/2022 692/2022 ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ 25 സെലക്ടഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? അതായത് കർഷണ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? ഏതാണ് കർഷണ നിയമം? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓവർ ദ ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ടിങ് സർഫേസസ്. അതായത് ഒരു കോണ്ടാക്ട് പ്രതലങ്ങളുടെ വിസ്തൃതിയിലും ആകൃതിയിലും കർഷണ ശക്തി സ്വതന്ത്രമാണ്. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? Friction force is independent over the area and shape of contacting surfaces. What is the direction of frictional force against a motional object? അതായത് ഒരു ചലിക്കുന്ന വസ്തുവിനെതിരെയുള്ള കർഷണ ബലത്തിന്റെ ദിശ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ടിങ് സർഫേസസ്? അതായത് സമ്പർക്കം പുലർത്തുന്ന പ്രതലങ്ങൾ തമ്മിലുള്ള സാധാരണ പ്രതികരണത്തിന് നേരിട്ട് ആനുപാതികമായ ശക്തി ഏതാണ്? ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. which force is directly proportional to the normal reaction between contacting surfaces? ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. which one of the following acts in between the wheels and roads if vehicles are able to run on roads? അതായത് വാഹനങ്ങൾക്ക് റോഡിൽ ഓടാൻ കഴിയുമെങ്കിൽ ചക്രങ്ങൾക്കും റോഡുകൾക്കും ഇടയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഏതാണ് പ്രവർത്തിക്കുന്നത്? ഫ്രിക്ഷൻ. which one of the following acts in between the wheels and roads if vehicles are able to run on roads? ഏതാണ്? ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. which is useful friction? ഉപയോഗപ്രദമായ ഘർഷണം ഏതാണ്? ഏതാണ്? ബ്രേക്ക് ഷൂ ലൈനിങ്. ബ്രേക്ക് ഷൂ ലൈനിങ്. which is wasteful friction? wasteful friction പാഴായ ഘർഷണം ഏതാണ്? ഏതാണ്? റിയർ ആക്സിൽ ഗിയർ. റിയർ ആക്സിൽ ഗിയർ. അടുത്ത ക്വസ്റ്റ്യൻ. which is depends on the frictional force? അതായത് ഏതാണ് കർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? ഏതാണ് കർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? കോണ്ടാക്ട് സർഫേസസ്. ഏതാണ് കർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? കോണ്ടാക്ട് സർഫേസസ്. ഹൗ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ്? അതായത് ഈ കർഷണത്തിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ frictional force and normal reaction. It is the ratio between frictional force and normal reaction. Which symbol is used to denote coefficient of friction? അതായത് കർഷണത്തിന്റെ കോഎഫിഷ്യന്റ് സൂചിപ്പിക്കാൻ ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? മിയോ. ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? which symbol is used to denote coefficient of friction? mu. അടുത്ത ക്വസ്റ്റ്യൻ. what kind of friction is called if two objects are in contact at rest? അതായത് ഈ രണ്ട് വസ്തുക്കൾ നിശ്ചല അവസ്ഥയിൽ സമ്പർക്കത്തിലാണെങ്കിൽ ഏത് തരത്തിലുള്ള ഘർഷണത്തെ വിളിക്കുന്നു? അതിനെ എന്താ വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. what kind of friction is called if two objects are in contact at rest? ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവന? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈഡിംഗ് ഘർഷണം എപ്പോഴും പരിമിതപ്പെടുത്തുന്ന ഘർഷണത്തെക്കാൾ കുറവാണ്. Which is the correct statement? Sliding friction is always less than limiting friction. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? സ്ലൈഡിംഗ് ഘർഷണം എപ്പോഴും പരിമിതപ്പെടുത്തുന്ന ഘർഷണത്തെക്കാൾ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കന്റ്? അതായത് ഒരു ലൂബ്രിക്കന്റിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഒരു ലൂബ്രിക്കന്റിന്റെ ഉദ്ദേശം? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. What is the purpose of a lubricant? To reduce friction. What type of lubricant is used in wick feed lubrication system? അതായത് ഈ wick feed lubrication സിസ്റ്റത്തിൽ ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? lub-oil. ഏതാണ്? What type of lubricant is used in wick feed lubrication system? ഏതാണ്? lub-oil. അടുത്ത ക്വസ്റ്റ്യൻ, which lubrication system is provided with a ring oiler to splash lub-oil continuously around the parts? അതായത് ഭാഗങ്ങളിൽ തുടർച്ചയായി ലൂപ്പ് ഓയിൽ തെറിപ്പിക്കാൻ റിംഗ് ഓയിലർ നൽകിയിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ്? സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഏതാണ്? സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one is the 3 types of lubrication system in general use? അതായത് പൊതുവായ ഉപയോഗത്തിലുള്ള 3 തരം ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. Which one is the 3 types of lubrication system in general use? Gravity feed system, force feed system, splash feed system. അടുത്ത ക്വസ്റ്റ്യൻ, which lubrication system employs oil holes in the machines? അതായത് ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ് യന്ത്രങ്ങളിൽ എണ്ണദ്വാരങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. which lubrication system employs oil holes in the machines? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, which is used to reduce the friction in machine parts? അത് പ്രധാനപ്പെട്ടതാണ്. യന്ത്രഭാഗങ്ങളിലെ കർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? lubricants. which is used to reduce the friction in machine parts? lubricants. അടുത്ത ക്വസ്റ്റ്യൻ, which is the main purpose of using the lubricant oil in engine moving parts? അതായത് എഞ്ചിൻ ചലിക്കുന്ന ഭാഗങ്ങളിൽ ലൂബ്രിക്കന്റ് ഓയിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. എന്താണ് പ്രധാന ഉദ്ദേശം? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അടുത്ത which is the correct statement? അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? lubricants act to prevent corrosion. lubricants act to prevent corrosion. അടുത്ത ക്വസ്റ്റ്യൻ, ഈ തസ്തികകളിലേക്ക് അപേക്ഷ സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, what causes the efficiency of a machine by maintaining the lubrication? അതായത് ലൂബ്രിക്കേഷൻ നിലനിർത്തുന്നതിലൂടെ ഒരു യന്ത്രത്തിന്റെ കാര്യക്ഷമതയ്ക്ക് കാരണമാകുന്നത് എന്താണ്? എന്താണ്? increases. What causes the efficiency of a machine by maintaining the lubrication? Increases. അടുത്ത ക്വസ്റ്റ്യൻ, which affects the center of gravity of the object? അതായത്
ഈ വസ്തുവിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെ ബാധിക്കുന്നത് ഏതാണ് മാസ്. വിച്ച് അഫക്ട്സ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് മാസ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of the point at which all the weight of the body concentrated? അതായത് ശരീരത്തിന്റെ എല്ലാ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിന്റെ പേരെന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി. What is the name of the point at which all the weight of the body concentrated? Center of gravity. Where the center of gravity of a circle lies. അതായത് ഈ ഒരു വൃത്തത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം എവിടെയാണ്? At its center. അടുത്ത ക്വസ്റ്റ്യൻ, what is the center of gravity of a right circular cone from its base? അതായത് വലത് വൃത്താകൃതിയിലുള്ള കോണിന്റെ അടിത്തട്ടില് നിന്ന് ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? h/4. അടുത്ത ക്വസ്റ്റ്യൻ, what is the center of gravity of a rectangular body? അതായത് ഈ ചതുരാകൃതിയിലുള്ള ശരീരത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? At the point of intersection of its diagonals. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, what is the center of gravity of a solid hemisphere from its base? അതായത് ഒരു ഖര അർദ്ധഗോളത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? 3r/8. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.